ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആര് കോവിലകത്തെത്തി കുളിച്ച് കാവിൽ പോയി വിളക്ക് വെച്ച് വരുമ്പോൾ ചായയും പലഹാരവും എല്ലാം ടേബിളിൽ എടുത്തു വെച്ച് ഇന്ദു സീതയും ആരുവിനെ കാത്തിരിക്കുന്നത് കണ്ടതും ആരുവും അവർക്കരികിൽ പോയിരുന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചു. കുറച്ചു കഴിഞ്ഞ് സൂര്യയും വന്നുവെങ്കിലും പതിവ് സമയം കഴിഞ്ഞിട്ടും മഹി വന്നില്ല. ഇരുട്ടും തോറും ആരുവിൻ്റെ കണ്ണുകൾ മഹിക്ക് വേണ്ടി പുറത്തേക്ക് പോയി. ഞങ്ങൾ കരുതിയത് നീ ഇതൊന്നും കൈകൊണ്ടിനെ തൊടില്ലെന്നാ. മഹിയെ കുടിക്കാൻ വിളിച്ച ദിവസം ആര് ഫോൺ എടുത്ത് തോർത്ത് അച്ചാർ തൊട്ട് നോക്കി ഗ്ലാസ്സിലുള്ള മദ്യം കുറേശ്ശെ നുണഞ്ഞുകൊണ്ട് ഇജ്ജു തങ്ങളുടെ കൂടെ ഇരിക്കുന്ന മഹിയോട് പറഞ്ഞു, ഓന്ന് പോയടാ. അവളല്ല, അവളുടെ ചാത്തുപോയ തന്ത പറഞ്ഞാലും ഞാനത് നിർത്തില്ല. കയ്യിലുള്ള ഗ്ലാസ്സിലെ ദ്രാവകം ഒറ്റവർക്ക് കുടിച്ചു തീർത്ത് മുന്നിലുള്ള കുപ്പിയെടുത്ത് തന്നെ ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് കുഴഞ്ഞു തുടങ്ങിയ നാവോടെ മാഹി പറഞ്ഞു, കാണാം. ആദ്യം പറഞ്ഞത് മഹി ഇരുവരെയും ദേഷ്യത്തിൽ നോക്കി കയ്യിലുള്ള കുപ്പി വായിലേക്ക് കമഴ്ത്തി. മഹിയുടെ അമ്മയുടെ വീട്ടിൽ പോയി നിന്ന ടൈമിൽ ആര് കൂടെയുള്ളത് കൊണ്ട് അവനൊരു ദിവസം കുടിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറവ് കൂടെ ആ കുപ്പി മുഴുവനായി അടുത്ത് തീർത്തിരുന്നു. നീ പോകുന്നില്ലടാ മഹി? കുടിച്ച് ഫിറ്റായി തറയിൽ കിടന്നുകൊണ്ട് ആദ്യം ചോദിച്ചു. ഇജിബിന് ആദ്യമേ കുടിച്ച് ബോധമില്ലാതെ അവിടെ സൈഡായിരുന്നു. കുറച്ച് കഴിയട്ടെ. അതും പറഞ്ഞ് ആ കുപ്പിയിൽ അവസാന തുള്ളിയും വായിലേക്ക് കമഴ്ത്തി അവിടെ അടുത്തായി കിടന്നു. മോളെ വാ, ഭക്ഷണം കഴിക്കാം. ഇന്ദു ആരുവിനെ വന്ന് അത്തായം കഴിക്കാനായി വിളിച്ചു. എനിക്കിപ്പോൾ വേണ്ടമ്മേ. പിന്നെ എപ്പോൾ കഴിക്കാനാ? മഹിക്കൊണ്ട് കാത്തിരിക്കാനേ വേണ്ട മോളെ. അവൻ്റെ കാര്യം ഉറപ്പിക്കാൻ പറ്റത്തില്ല. വഴിക്കണ്ടുമായിരിക്കുന്ന ആരുവിനെ നോക്കിക്കൊണ്ട് ഇന്ദു പറഞ്ഞു. ഒടുക്കം ഇന്ദുവിൻ്റെയും സീതയുടെയും സൂര്യയുടെയൊക്കെ നിർബന്ധത്തിൽ ആരവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് ഇന്ദുവിനും സീതയ്ക്കൊപ്പം ആരും അടുക്കള നിൽക്കാൻ കൂടി. അവർ കിടക്കാൻ പോയതും ആര് ഫോൺ നോക്കി സ്വീകരണ മുറിയിലെ സെറ്റിയിലിരുന്നു. കുറച്ചായിട്ട് മഹി ഇത്രക്ക് വൈകാറില്ലായിരുന്നു. അതുകൊണ്ട് സമയം പോകുന്തോറും അവളിൽ ആദ്യം നിറഞ്ഞു. കൂടെ ഫോൺ വിളിച്ചിട്ട് മഹി എടുക്കാത്തത് കൂടി ആയതും ആര് ദേഷ്യത്തിൽ വിൻഡോ വഴി പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും മഹിയുടെ ബുള്ളറ്റ് വരുന്നത് കണ്ടതും മാരണീര് വിൻഡോ അടച്ച് വേഗം പോയി മെയിൻ ഡോർ തുറന്നതും ബൈക്കിൽ നിന്നും ആടി ഇറങ്ങി അഴിഞ്ഞു വീടായ മുണ്ടും പൊക്കി കുത്തി അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് നടന്നു വരുന്ന മഹിയെ കണ്ടതും ആരുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. പല്ലുകൾ കടിച്ച് അവനെ നോക്കി. മഹി അടുത്ത് വന്നതും അവനിൽ നിന്നും വരുന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ ആരും മുഖം ചുടിച്ചു നിന്നു. ഉറങ്ങാതെ ചേട്ടനെ നോക്കിയിരിക്കുകയായിരുന്നു ഭാര്യയെ. ആരുവിൻ്റെ മുന്നിൽ വന്നു നിന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിക്കാനാഞ്ഞുകൊണ്ട് മഹി ചോദിച്ചു. മാറി നിൽക്ക അങ്ങോട്ട്. ആര് ദേഷ്യത്തിൽ പറഞ്ഞ് മഹി പിറകോട്ട് തള്ളിയതും ആടി നിന്ന മഹി ബാലൻസ് കിട്ടാതെ തറയിൽ വീണു. അതുകൂടെ ആയതും ആരുവിന് മുഖം കൂടുതൽ വലിഞ്ഞു മുറുക്കി. ഡേ, നീ എന്നെ തള്ളിയിട്ടു ആലടി. നിരത്ത് വീണ മഹി എണീക്കാൻ ശ്രമിച്ച ആരുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. തള്ളിയിടുകയല്ല, നിങ്ങൾ തല തള്ളി പൊളിക്കാ വേണ്ടത്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലടാ ചെറുത്താനെ കുടിക്കരുതെന്ന്. ആര് ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളി മഹിക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും മഹിയുടെ വാർത്ത അനിയെ അടഞ്ഞുപോയി. അത് പിന്നെ ഞാൻ പെട്ടെന്ന് കൂടി നിർത്താൻ പറ്റിയില്ല. ആരുവിൻ്റെ ഭാവം കണ്ട മഹി കുഴഞ്ഞ നാവടെ വീക്കിക്കൊണ്ട് പറഞ്ഞു. നീ നോക്കി പേടിപ്പിക്കാതെ എന്നെന്ന് പിടിച്ചെണീപ്പിക്കണി പാത്രകാളി. എണീക്കാൻ പറ്റാതെ വന്നത് മഹി ആരുവിനോട് പറഞ്ഞു. ഇല്ല, നിങ്ങൾ അവിടെ തന്നെ കിടന്നു. ആര് പറഞ്ഞത് കേട്ട് മഹി അവളൊന്ന് കയറിപ്പിച്ച് നോക്കി ഒരുവിധം എണീറ്റ് നിന്നു. ഈ പാണ്ടാറം നേരെ നിൽക്കുന്നില്ലല്ലോ. വീണപ്പോൾ അഴിഞ്ഞു പോയ മുണ്ടിത്തിരി കയറ്റി മുറുക്കി കൊടുത്തുകൊണ്ട് പിറുപിറുത്തു. ചെവിയിൽ കിട്ടിയ വേദനയിൽ മഹി അലറി വിളിച്ചു. മിണ്ടരുത്, മിണ്ടിയ നല്ലത് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. ആര് മഹിയുടെ ചെവിയിൽ പിടിമുറുക്കി ദേഷ്യത്തിൽ പറഞ്ഞതും മഹിയുടെ അലറിൽ നിന്ന് പേടിയോടെ അവൻ വാപത്തി പിടിച്ചു. വേദനിക്കുന്നു ആരിശി, പിടിവിട്. കുറച്ച് കഴിഞ്ഞ് മഹി ആരുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേദനിക്കേണ്ട ചെകുത്താനെ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞതല്ലായിരുന്നു കുടിക്കരുതെന്ന്. പറഞ്ഞനുസരിക്കാൻ വയ്യല്ലേ. മൂക്കൊറ്റ കുടിച്ച് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വണ്ടി ഓടിച്ച് വരുമ്പോൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? മഹിയുടെ ചെവി പിടിച്ച് തിരിച്ചുകൊണ്ട് തന്നെ ആരും അവനോട് ആഘോഷിച്ചു. മഹിക്ക് വേദന കാരണം തന്നെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറും പോലെ തോന്നി. ആദ്യമൊന്നും പറ്റിയില്ലല്ലോ. മിണ്ടരുത്. ഇനി മൂക്കൊറ്റം കുടിച്ച് ഈ കോതിൽ വീട്ടിലേക്ക് വന്നാ
നിങ്ങളുടെ മുട്ടുകാലി ഞാൻ തലി കൊടുക്കും, പറഞ്ഞേക്കാം. ആര് പറഞ്ഞത് കേട്ട് മാഹി ശരിയെന്ന രീതിയിൽ തലയാട്ടി. എന്താ എന്താ മോളെ ഇവിടെ ഒരു ബഹളം? മാഹിയുടെ അലറൽ കേട്ട് ഉറക്കം മുറിഞ്ഞ് അങ്ങോട്ട് വേണ്ടിയിട്ട് വന്ന ഇന്ദു ചോദിച്ചു. ദേ നോക്ക്, അമ്മയുടെ മാഹിക്കുട്ടം വന്ന് നിൽക്കുന്ന കോലം കണ്ണു പോലും ശരിക്കും കാണാൻ പറ്റുന്നില്ല. മാഹിയുടെ ചെവിയിൽ നിന്നും പിടിവിട്ട് അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ആര് പറഞ്ഞതും ഇന്ദു മാഹിയെ നോക്കി. മുണ്ടടിഞ്ഞ് വീഴാതിരിക്കാൻ വയലെ കയറ്റി എടുത്തിട്ടുണ്ട്. ഷർട്ടിന്റെ ബട്ടണാണെങ്കിൽ പകുതി ഇട്ടിട്ടില്ല. മുടിയൊക്കെ പാറി ആടിക്കുഴഞ്ഞു നിൽക്കുന്ന മഹിയെ കണ്ട് ഇന്ദു ദയനീയതയോടെ നിന്നു. പോട്ടെ മോളെ, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ആരുവിന്റെ ഭാവം കണ്ട് ഇന്ദു പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും ഒരു വെക്കാതെ പറഞ്ഞ് വരണ്ട. മഹി ഇന്ദുവിനെ ദേഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. വാ അടക്ക് മഹിയേട്ടാ, അമ്മയോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആരും ശബ്ദം കടുപ്പിച്ച് പറഞ്ഞത് മഹി ഒന്നും മിണ്ടാതെ തെറ്റ് ചെയ്ത കുട്ടികളെ പോലെ തലതായി തീർന്നു. മതി മോളെ, രണ്ടാളും പോയി കിടക്കാൻ നോക്ക്, സമയം ഒത്തിരി ആയില്ലേ? എന്തു പറഞ്ഞതും മഹി അകത്തേക്ക് കയറാൻ നിന്നതും ആരും മഹിയെ തടഞ്ഞു. എങ്ങോട്ടാ? ഇവിടെ കിടന്നാ മതിയെന്ന് ആര് പറഞ്ഞത് കേട്ട് മഹി ഞെട്ടി. ഇവിടെ? മഹി കണ്ണു പിടിച്ച് ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ഇവിടെ തന്നെ, ഞാൻ പറഞ്ഞതല്ലേ കുടിച്ചു വന്ന് അകത്തേക്ക് കയറ്റില്ലെന്ന്. ഞാൻ കുടിക്കത്തില്ല. മഹി ആചര എന്നാണ്ട് മാലിനോട് പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കെട്ടിവിടാതെ അകത്തേക്ക് കയറ്റില്ല. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഞാൻ ഉറക്കാൻ പറ്റില്ലടി. ചുണ്ടുപിടുത്തിക്കൊണ്ട് മഹി പറഞ്ഞത് കേട്ടത് മാരു ഒന്ന് പതറി ഇന്ദുവിനെ നോക്കി. ചിരിയടക്കുന്ന ഇന്ദുവിനെ കണ്ടത് മാരു മഹിയെ കണ്ടിട്ട് നോക്കി. മിണ്ടാതെ ഇവിടെ കിടന്നോണം, ഇല്ലേ സ്ഥിരം ഇവിടെ കിടക്കേണ്ടി വരുവേ. ആര് പറഞ്ഞത് കേട്ടത് മഹി പിന്നെ ഒന്നും മിണ്ടാതെ സിറ്റൗട്ടിലുള്ള സോഫയിൽ പോയി കിടന്നു. ഈ തണുപ്പത്ത് അവിടെ കിടത്തേണ്ടായിരുന്നു. പാവം, ഇത്തവണത്തേക്ക് ക്ഷമിക്കായിരുന്നു. മെയിൻ ഡോർ അടക്കുന്ന ആര്യവനെ നോക്കി അവനെ വെളിയിൽ കെടുത്തിയത് ഇഷ്ടപ്പെടാതെ ഇന്ദു പറഞ്ഞു. അത് ശരിയാവില്ല അമ്മേ, ഇന്ന് നമ്മൾ ക്ഷമിച്ച അമ്മയുടെ മോനെ പിന്നെ ഇങ്ങനെ വരും, അതുകൊണ്ട് ഇന്നവിടെ കിടക്കട്ടെ. അത്രയും പറഞ്ഞ് ആര് മുകളിലേക്ക് കയറിപ്പോയി. എന്താ ഇന്ദു, എന്താ പുറത്തൊരു ബഹളം? റൂമിലെ സെറ്റിയിൽ ഓഫീസിലെ ഫയൽ നോക്കിയിരുന്ന സൂര്യ റൂമിലേക്ക് വന്ന് ഇന്ദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ബഹളം കേട്ടിട്ട് പിന്നെ എന്താ സൂര്യേട്ടൻ വരാതിരുന്നത്? എന്റെ മോൻ എന്നെ കാണുന്നതിന്റെ ചതുർത്ഥിയാ, അതിൻ്റെ ഇടയിലേക്ക് ഞാൻ കൂടി വന്നാൽ ശരിയാകില്ല. ചിരിയോടെയാണ് സൂര്യ പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വേദന എന്തും മനസ്സിലാക്കിയിരുന്നു. മായിക്കുട്ടം കുടിച്ച് നേരെ നിൽക്കാൻ പോലും ആവാതെ വന്നത്, അതിന്റെ പ്രശ്ന. കല്യാണം കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഫിറ്റായിട്ട് വരുന്നത് കുറവായിരുന്നു. ഏതായാലും ഇന്നിങ്ങനെ വന്നത് ആരും പിടിച്ചിട്ടില്ല, അതിന്റെ വഴക്കായിരുന്നു. പാവം മായിക്കുട്ടിനെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ വെളിയിലേക്ക് എത്തിയത്. ഷെൽഫിൽ നിന്ന് ഒരു ബ്ലാങ്കറ്റും പില്ലോയും എടുത്തുകൊണ്ട് വന്ന് ഇന്ദു പറഞ്ഞു. കൂടെ കാര്യങ്ങളെല്ലാം സൂര്യോട് വിശദീകരിച്ചു. എന്തൊക്കെയായാലും ആരുമോൾ എൻ്റെ മോൻ അവിടെ കിടത്തിയത് ശരിയായില്ല. ആരുമോൾ ചെയ്താൽ ശരി, ഞാൻ മോളുടെ പക്ഷേ നിൽക്കും. അവള് പറഞ്ഞത് ആ തെമ്മാടി അനുസരിക്കും. എന്തു പറഞ്ഞത് കേട്ട് സൂര്യ ചിരിയോടെ പറഞ്ഞു. ആരുമോളും ഇടുക്കിയാണ്, അതുകൊണ്ടല്ലേ മഹി അവളുടെ മുന്നിൽ പൂച്ചയെ പോലെ നിൽക്കുന്നത്. അവളെ കൊണ്ട് മാത്രമേ കള്ളത്തമ്മാടിയെ നേരെയാക്കാൻ സാധിക്കൂ. ആരുവിനെയോർത്ത് അഭിമാനിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞതും രണ്ടുപേരും കണക്കാണെന്ന ഭാവത്തിൽ എന്ത് സൂര്യയൊന്ന് നോക്കി പുറത്തേക്ക് നടന്നു. റൂമിലെത്തിയ ആരുവിന് മഹിയില്ലാണ്ട് അവിടെ കിടക്കാൻ തോന്നിയില്ല. എന്തുറങ്ങുന്നത് വരെ റൂമിന് ചുറ്റിപ്പറ്റിയെന്ന് കുറച്ച് സമയം കഴിഞ്ഞതും ആര് പുതപ്പും പില്ലോയും എടുത്ത് ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കി ശബ്ദമുണ്ടാക്കാതെ ആര് താഴേക്ക് നടന്നു. പതിയെ മെയിൻ ഡോർ അൺലോക്ക് ആക്കി ആര് മാഹിക്കരിയിൽ വന്നു. നന്നായി കുടിച്ചത് കൊണ്ട് തന്നെ കിടന്ന പാടെ മഹി ബോധം കെട്ട് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. അവൻ തലവെച്ച പില്ലോയെ പുതച്ചിരുന്ന പുതപ്പും കണ്ടെന്ന് മാരുവിന് മനസ്സിലായി അത് ഇന്ദുവിന്റെ പണിയാണെന്ന്. താൻ പിടിച്ച് തിരിച്ച മഹിയുടെ ചെവി ചുവന്ന് കിടക്കുന്നത് കണ്ടതും ആര് പതിയെ ചെവിയിലൊന്ന് തലോടിയതും മഹി വേദന കാരണം ഉറക്കത്തിലൊന്ന് ഞെരുങ്ങി. സോറി, അനുസരണക്കേട് കാണിച്ചിട്ടല്ലേ. ഞാൻ പറഞ്ഞത് കേട്ട് നല്ല കുട്ടിയായി കുടിക്കാതെ വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ. മഹി വേദനയോടെ ഞെരുങ്ങിയത് കണ്ട് ആര് സ്വയം പറഞ്ഞ് മഹിയുടെ നെറ്റിയിൽ വീണ് കിടന്ന മുടിയകൾ മാടിയൊതുക്കി അവിടെ ചുണ്ടുകൾ ചേർത്ത് ഉള്ളിലേക്ക് പോയി ഹാളിലെ സെറ്റിയിൽ കിടന്നു. മോളെ, തന്നെ ആരോ തട്ടി വിളിക്കുന്നത് അറിഞ്ഞാണ് ആരും ഉറക്കത്തിൽ നിന്ന് നീറ്റത്. എന്താ അമ്മേ? തൻ്റെ മുന്നിലേക്ക് നിന്നവനെ കണ്ട് സെറ്റിയിൽ നിന്നും എണീറ്റ് വെപ്രാളത്തോടെ ആര് ചോദിച്ചു. നേരം വെളുത്തു, ഇവിടെ കിടക്കാത്ത റൂമിൽ പോയി കിടക്ക്. ആരവിനെ നോക്കി അടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞതും
മാഹിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന ആശ്വാസത്തിൽ ആരും ഇന്ദുവിനെ നോക്കി ചിരിച്ച് പുതപ്പും പില്ലോയും എടുത്ത് റൂമിലേക്ക് പോയി. സമയം 5 കഴിഞ്ഞത് കൊണ്ട് തന്നെ ആരും പിന്നെ കിടക്കാനൊന്നും നിൽക്കാതെ കുളിച്ച് ഡ്രസ്സ് മാറ്റി താഴേക്ക് പോയി. ആര് നേരെ പോയത് മഹിക്കരികിലേക്കായിരുന്നു. മൂടി പുതച്ചുറങ്ങുന്ന അവൻ ഇത്തിരി നേരം നോക്കിയിരുന്ന് ആരോ അവനെ ചുവന്നിരിക്കുന്ന ചെവിയിൽ തലയോടിയതും ഉറക്കത്തിലും മഹിയൊന്ന് കുറുകിയതും ആരവന്റെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ മാടിയൊരുക്കി നെറുകയിൽ ചുണ്ട് ചേർത്ത് എടിയിട്ട് തിരിഞ്ഞതും കാണുന്നത് വാതിൽപ്പടിയിൽ ചാരി തന്നെ ചിരിയോടെ നോക്കിയിരിക്കുന്ന സൂര്യയാണ്. അച്ഛനെപ്പോ വന്നു? ആര് സൂര്യയെ നോക്കി തപ്പിപ്പെറുക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വന്നിട്ട് 19 കൊല്ലായി. ഇത്രയ്ക്ക് മനസ്സുറപ്പില്ലാത്ത ആളാണ് എന്റെ മോനെ ഇവിടെ കിടത്തിയത്. ചിരിയോടെ സൂര്യ ചോദിച്ചത് കേട്ട് ആര് ചമ്മിയെ ചിരി നൽകി ചായ എടുക്കാന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. കണ്ണിലേക്ക് വെയിലടിച്ച് കയറാൻ തുടങ്ങിയതും മഹി ഈർച്ചയോടെ കണ്ണുകൾ വലിച്ചു തുറന്നതും താൻ കിടക്കുന്നിടം കണ്ട മഹി വേഗം ചാടി എണീറ്റ് സോപാനത്തിലിരുന്നു. മുൻപും ഇതുപോലെ കുടിച്ചു വരുമ്പോഴെല്ലാം തലവെറുക്കാനുള്ളത് കൊണ്ട് തന്നെ മഹി തലയിലെ പെരുപ്പ് കാര്യമാക്കാതെ അവിടെ കിടന്നതിനെ കുറിച്ച് ചിന്തിച്ച് തലയും താങ്ങി അവിടുന്ന് തന്നെ ഇരുന്നു. പതിയെ പതിയെ തലേ ദിവസത്തിൽ നടന്നതെല്ലാം ഓർമ്മയിലേക്ക് വന്നതും മഹിയുടെ മുഖം കൂർത്തു. ഭദ്രകളി എന്റെ ചെവി പറിച്ചെടുത്തെന്ന് തോന്നുന്നു. പുകയുന്ന ചെവിയിൽ തൊട്ടതും വേദന തോന്നിയമായി സ്വയം വെറുപെടുത്ത് അവിടുന്ന് എണീറ്റ് ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി റൂമിലേക്ക് നടന്നു. മഹി സേറ് കയറുമ്പോഴാണ് അനഘ സേറ് ഇറങ്ങി വരുന്നത്. മഹിയെ തന്നെ കണ്ണെടുക്കാതെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അനഘ മഹിക്കരികിലേക്ക് എത്തിയതും മഹി അവളെ കാണാത്തതുപോലെ സ്റ്റേറ് കയറി മുകളിലേക്ക് പോയതും അനഘ അവൻ തന്നെ നോക്കാത്ത ദേശത്തിൽ പല്ലെറിഞ്ഞ് താഴേക്ക് പോയി.